നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശരിക്കും ഒരു കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ എന്നോർത്തു പോകുന്നു. ഇന്നത്തെ ഗോവിന്ദൻ്റെ പ്രകടനം കണ്ട് കണ്ണുമിഴിച്ചു നിൽക്കുകയാണ് CPM പാർട്ടി. എല്ലാവരും മൂക്കത്ത് വിരൽ വയ്ക്കുന്നു. ഈ ഗോവിന്ദൻ മരയൂളയാണോ അതോ ഇപ്പോഴും അടിമക്കണ്ണാണോ എന്ന് ചോദിക്കുകയാണ് പാർട്ടി സഖാക്കൾ. പാർട്ടി സെക്രട്ടേറിയറ്റിന് ശേഷം ഇന്ന് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ MP ഗോവിന്ദനെത്തി. ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയുമെന്നാണ് മാധ്യമപ്രവർത്തകർ കരുതിയത്. എന്നാൽ മാധ്യമപ്രവർത്തകർക്ക് മുന്നിലെത്തിയ ഗോവിന്ദൻ ഒരേ ഒരു വാക്കാണ് പറഞ്ഞത്. LDFനേറ്റത് അപ്രതീക്ഷിത തിരിച്ചടി. പിന്നെ ഗോവിന്ദൻ ഒരു കുറിപ്പ് കീശയിൽ നിന്നെടുത്ത് അങ്ങ് വായിച്ചു തുടങ്ങി. ഇതാണ് തനിക്ക് പറയാനുള്ളത് എന്ന് ഗോവിന്ദൻ. ഈ കുറിപ്പിനപ്പുറം ഒന്നും മിണ്ടരുത് എന്നൊരുപക്ഷെ പിണറായി ഇപ്പോഴും ഗോവിന്ദനെ വിരട്ടുന്നുണ്ടാകാം. അതുകൊണ്ടാവാം പാർട്ടി സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് ഗോവിന്ദൻ്റെ കയ്യിൽ ഒരു കുറിപ്പ് കൊടുത്തുവിട്ടത്. ഈ പാർട്ടി ഇപ്പോഴും പിണറായിയുടെ നിയന്ത്രണത്തിലാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഗോവിന്ദൻ്റെ ഈ കുറിപ്പ് വായന. എന്നാൽ കുറിപ്പിലും ചില കുത്തുകളുണ്ട്. അതുമാത്രമാണ് ഇപ്പോൾ പാർട്ടിക്ക് ആകെ ഒരു ആശ്വാസം. ജനങ്ങളെ ആകെ വിശ്വാസത്തിലെടുത്ത് തിരിച്ചടി പരിശോധിക്കുമെന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ തെറ്റുകൾ തിരുത്തി തിരിച്ചു വന്ന ചരിത്രം CPMനുണ്ട്. ഇനിയാണ് ഏറ്റവും വലിയ തമാശ. എല്ലാ സഖാക്കളെയും കേൾക്കും. സഖാക്കൾക്ക് ഇനി സ്വതന്ത്രമായും നിർഭയമായും അഭിപ്രായം പറയാം എന്ന് ഗോവിന്ദൻ പ്രഖ്യാപിക്കുന്നു. ചുരുക്കത്തിൽ പാർട്ടിയിലെ അടിമക്കണ്ണുകൾക്ക് ഇന്ന് സ്വാതന്ത്ര്യം കൊടുത്തു. സംഘടനാപരവും രാഷ്ട്രീയപരവുമായ പ്രശ്നങ്ങൾ, പാർട്ടിക്കെതിരായി വന്ന വിവിധ തരത്തിലുള്ള പ്രചാരവേലകൾ, ഇതൊക്കെ പരാജയത്തിന് കാരണമായി എന്ന് കുറിപ്പിലുണ്ട്. ഇത് സംബന്ധിച്ച് പാർട്ടിയുടെ പ്രവർത്തകരെയും പാർട്ടി ഘടകങ്ങളെയും LDFലെ ഘടകകക്ഷികളെയും ജനങ്ങളെയും വിശ്വാസത്തിലെടുക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും തിരിച്ചടിയെക്കുറിച്ചുള്ള പാർട്ടിയുടെ പരിശോധനയും നിലപാടുകളും. തെരഞ്ഞെടുപ്പിൽ LDFന് 37.6% വോട്ട് ലഭിച്ചു. താരതമ്യേന ഇത് കുറഞ്ഞ വോട്ട് ശതമാനമാണ്. കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ 2019 35.1%, 2024 33.35% വോട്ടുകളായിരുന്നു LDFന് ലഭിച്ചത്. ആ സന്ദർഭത്തിലൊക്കെ തിരിച്ചടിയുടെ പാഠം പഠിക്കുകയും ജനങ്ങൾക്ക് ബോധ്യമാകും വിധത്തിൽ തിരുത്തലുകൾ വരുത്തുകയും ഇടതുപക്ഷം തിരിച്ചു വരികയും ചെയ്ത ചരിത്രമാണ് പാർട്ടിക്ക്. വിലയിരുത്തലുകൾ ഇനി സത്യസന്ധമായിരിക്കും. അത് സംബന്ധിച്ച് വളരെ പ്രാധാന്യത്തോടെ മെയ് ജൂൺ മാസങ്ങളിൽ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും വിളിച്ചു ചേർത്ത് സഖാക്കൾക്ക് പറയാനുള്ളത് കേൾക്കാനും മുകളിലേക്ക് എടുക്കാനും സാധിക്കണമെന്ന് പാർട്ടി ആലോചിക്കുന്നു. ഒരു പ്രാഥമിക പരിശോധന മാത്രമാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ നടന്നത്. സഖാക്കൾക്ക് നിർഭയമായും സ്വതന്ത്രമായും അവരുടെ ഘടകങ്ങളിൽ അഭിപ്രായം പറയാൻ അവസരമൊരുക്കണമെന്നാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ അഭിപ്രായം. എല്ലാ ഏരിയ കമ്മിറ്റികളും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയണം. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് എല്ലാ ലോക്കൽ കമ്മിറ്റികളും ചേരാനും തീരുമാനമെടുത്തു. ഏരിയ കമ്മിറ്റികൾ പങ്കെടുത്തുകൊണ്ട് ബ്രാഞ്ച് കമ്മിറ്റികളും ചേർന്ന് അവർക്ക് പറയാനുള്ളതും കേൾക്കണമെന്നും തീരുമാനമെടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വിശകലനം നടത്തുമെന്നാണ് ഗോവിന്ദൻ്റെ നിലപാട്. സ്വതന്ത്രമായും പേടിയില്ലാതെയും അഭിപ്രായം പറയാൻ പാർട്ടിയിലെ അടിമക്കണ്ണുകൾക്ക് അവസരമൊരുക്കും എന്ന പാർട്ടി സെക്രട്ടറിയുടെ നിലപാട് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ തമാശയും. മറുവശത്ത് ദുർഭൂതമായി ഇപ്പോഴും പിണറായി വിജയൻ പാർട്ടിയെ വേട്ടയാടുന്നുവെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പരിഹസിക്കുന്നു. പാർട്ടി സെക്രട്ടേറിയറ്റ് ചേരുന്നതിനിടയിൽ അങ്ങ് കണ്ണൂരിൽ ചില നീക്കങ്ങൾ. തളിപ്പറമ്പിലെ അട്ടിമറി വിജയത്തിന് ശേഷം TK ഗോവിന്ദൻ കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട്ടിലെത്തി. കോടിയേരിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. TK ഗോവിന്ദൻ തോൽപ്പിച്ചത് MP ഗോവിന്ദൻ്റെ ഭാര്യ PK ശ്യാമളയെ. ഇതോടെ TK ഗോവിന്ദനെ കുലംകുത്തിയെന്നും വർഗവഞ്ചകനെന്നും CPM നേതൃത്വം വിശേഷിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ ഇവിടെയാണ് കോടിയേരിയുടെ കുടുംബം വ്യത്യസ്തമാകുന്നത്. രാഷ്ട്രീയ മാറ്റങ്ങൾക്കിടയിലും കോടിയേരിയുടെ കുടുംബത്തോടുള്ള സ്നേഹത്തിന് TK ഗോവിന്ദന് ഒരു കുറവുമില്ല. കോടിയേരി ഉണ്ടായിരുന്നു എങ്കിൽ പാർട്ടിക്ക് ഇത്തരമൊരവസ്ഥ വരില്ലായിരുന്നു എന്നാണ് TK ഗോവിന്ദൻ പറയുന്നത്. തൻ്റെ നിലപാടുകളിൽ ഉറച്ചുനിന്ന TK ഗോവിന്ദൻ 12,627 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് തളിപ്പറമ്പിൽ വിജയിച്ചത്. ഇത് പാർട്ടിയുടെ കോട്ട കൊത്തളങ്ങളെ ഞെട്ടിച്ചു. TK ഗോവിന്ദൻ ഭാര്യ KP രമണിയുമൊത്താണ് കോടിയേരിയുടെ ഈങ്ങയിൽ പീടികയിലെ വീട്ടിലെത്തിയത്. കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗം പാർട്ടിക്കുണ്ടാക്കിയ വിടവ് വലുതാണെന്ന് TK ഗോവിന്ദൻ പറഞ്ഞു. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് പാർട്ടി വിടേണ്ട സാഹചര്യമുണ്ടാകില്ലായിരുന്നു എന്നാണ് TK ഗോവിന്ദൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്നാൽ ഈ സന്ദർശനത്തെ തുടർന്ന് കോടിയേരിയുടെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് CPM നേതൃത്വത്തെ ഞെട്ടിച്ചു. കോടിയേരി ഇന്നും ജനങ്ങൾ ആദരിക്കുന്നു. അദ്ദേഹത്തോട് സ്നേഹമുള്ള ആര് വീട്ടിൽ വന്നാലും അവരെ നമ്മൾ സ്വീകരിക്കും.
കോടിയേരിയെ ഓർമ്മിക്കുന്നു എന്നതാണ് അടിസ്ഥാനം. വീട്ടിൽ വരുന്നവരെ വർഗവഞ്ചകരെന്ന് വിളിക്കില്ല. ആരെങ്കിലും പറയുന്നത് കേട്ട് അടിമയാകാൻ എന്നെ കിട്ടില്ല. എനിക്ക് എൻ്റേതായ ശരികളുണ്ട്. മറ്റുള്ളവർ എന്തു പറയുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കോടിയേരിയുടെ വിയോഗം വ്യക്തിപരമായ വിടവാണ്. അത് മരണം വരെ അങ്ങനെ തന്നെയായിരിക്കുമെന്നും വിനോദിനി പറഞ്ഞു. TK ഗോവിന്ദൻ മാഷുമായി തനിക്കുള്ളത് പാർട്ടിക്ക് അതീതമായ ബന്ധം. തന്നെ സ്നേഹത്തോടെ ഒന്ന് നോക്കിയ ഒരാളെ പോലും ജീവിതത്തിൽ മറക്കാൻ കഴിയില്ലെന്നും അതിന് രാഷ്ട്രീയമില്ലെന്നും വിനോദിനി പറയുന്നു. TK ഗോവിന്ദൻ്റേത് പെട്ടെന്നുള്ള സന്ദർശനമാണെന്നും അമ്മയെ വിളിച്ചാണവർ എത്തിയതെന്നും കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരി പറഞ്ഞു. അച്ഛനുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വന്നത്. ആരെങ്കിലും വരാൻ പാടില്ല എന്ന് പറയുന്ന വീടല്ലല്ലോ ഇത്. സ്വാഭാവികമായും ജനങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലാണ് താൻ എന്ന് വിനോദിനി പറയുന്നു. ആരോടും ഒരു പരാതിയോ പരിഭവമോ ഇല്ല. സഹായം ചോദിക്കുന്നില്ല. ഞാൻ എൻ്റേതായ രീതിയിൽ സ്വന്തമായി ജീവിക്കുന്നു. ആരെയും ഉപദ്രവിക്കുന്നുമില്ല. എൻ്റെ നല്ല ഓർമ്മകളും ചീത്ത ഓർമ്മകളും മനസ്സിലുണ്ട്. ചീത്ത ഓർമ്മകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഒത്തിരി ഉണ്ടെന്നായിരുന്നു മറുപടി. ഒത്തിരി ചീത്ത ഓർമ്മകളുണ്ട്, നമുക്ക് നോക്കാം. ഒരുപാടുണ്ട്, ഒരുപാട് പറയാം. തനിക്കൊരു പരിഭവമില്ല. പാർട്ടി നേതാക്കളൊന്നും തന്നെ വിളിക്കാറുമില്ല. അതിലെനിക്കൊന്ന് തോന്നാറുമില്ല. പാർട്ടിക്കാർ വിളിക്കണമെന്നൊന്നും തന്നെ എനിക്കില്ല. ദേഷ്യം കൊണ്ട് പറയുന്നതല്ല, അതിൻ്റെ ആവശ്യം ഒന്നുമില്ല, വിനോദിനി പറയുന്നു. വിനോദിനിയുടെ വാക്കുകളിലെല്ലാമുണ്ട്. പാർട്ടി വിനോദിനിയോട് കാട്ടുന്ന നന്ദികേട് അതിൽ പ്രധാനമാണ്. MP ഗോവിന്ദൻ്റെ പത്രസമ്മേളനം ലൈവായി CPIMൻ്റെ ഫേസ്ബുക്ക് പേജിൽ കൊടുത്തിരുന്നു. അതിന് താഴെ വരുന്ന കമൻറ്റ് കേട്ടാൽ ചെവി പൊട്ടും. നിങ്ങളെപ്പോലുള്ളവരുടെ ഈ സമീപനങ്ങൾ, പെരുമാറ്റം, ധാർഷ്ട്യം ജനങ്ങളെയും അനുഭാവികളെയും പാർട്ടിയിൽ നിന്നകറ്റും. എൻ്റെ ഭാര്യ മത്സരിക്കണമെന്ന പിടിവാശി, അധികാരമോഹം തലയ്ക്ക് പിടിച്ച താങ്കൾ ഇറങ്ങിപ്പോയാൽ ഈ പാർട്ടി രക്ഷപ്പെടും. ഒരു കമൻറ്റ്. ബ്രാഞ്ച് യോഗങ്ങളിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുക്കണം. ലോക്കൽ കമ്മിറ്റി യോഗങ്ങളിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഏരിയ കമ്മിറ്റികളിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും പങ്കെടുക്കണം. സെക്രട്ടറി രാജിവെക്കുക. PJ നയിക്കട്ടെ, അല്ലെങ്കിൽ സ്വരാജ് നയിക്കട്ടെ. ഗോവിന്ദൻ മാഷ് സെക്രട്ടറി സ്ഥാനം രാജിവെക്കുക. ബ്രാഞ്ചിലാണ് സഖാവ് സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുക്കേണ്ടത്. ഏരിയ ലോക്കൽ കമ്മിറ്റികൾക്കെതിരെ ബ്രാഞ്ച് അംഗങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കണം. എന്നാലേ പാർട്ടി ഉദ്ദേശിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നടക്കൂ. സെക്രട്ടറി രാജിവെക്കണമെന്നാണ് മിക്കവരും കമൻറ്റ് ബോക്സിൽ കുറിക്കുന്നത്. വലിയ പ്രതിഷേധം കമൻറ്റ് ബോക്സിൽ വ്യക്തമാണ്. ഇതിനിടയിൽ P ജയരാജന് വേണ്ടി അഴീക്കോട് ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. P ജയരാജനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്നാണ് ഫ്ലെക്സ് ബോർഡുകളിൽ എഴുതിയിരിക്കുന്നത്. അഴീക്കോട് കാപ്പിലെ പീടികയിലാണ് ഫ്ലെക്സ് ബോർഡുകൾ ഇപ്പോൾ കാണപ്പെടുന്നത്. കനത്ത തോൽവിക്ക് പിന്നാലെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനെതിരെയും ജില്ലാ സെക്രട്ടറി KK രാകേഷിനെതിരെയും വലിയ മുദ്രാവാക്യങ്ങൾ ഉയരുന്നു. ഇരുവരെയും മാറ്റണമെന്നതാണ് അണികളുടെ പൊതുവികാരം. കോളയാട് സ്ഥാപിച്ച ഫ്ലെക്സിൽ പിണറായി വിജയനും MP ഗോവിന്ദനും മാറണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു. M സ്വരാജിനും P ജയരാജനും പിന്തുണ പ്രഖ്യാപിച്ച് പല സ്ഥലങ്ങളിലും ഫ്ലെക്സുകൾ ഉയരുന്നു. തളിപ്പറമ്പിൽ നേരത്തെ V കുഞ്ഞികൃഷ്ണൻ പാർട്ടിയുമായി ഇടഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി പ്രശ്നം പരിഹരിക്കാൻ P ജയരാജൻ ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ നേതൃത്വത്തിനെതിരെ അതിശക്തമായ വികാരമുയരുന്നു. CPM ഒരിക്കലും തോറ്റിട്ടില്ലാത്ത പയ്യന്നൂരിൽ ഉൾപ്പെടെ വൻ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നതോടെയാണ് നേതൃത്വത്തിനെതിരെ പാർട്ടി അണികൾ തിരിഞ്ഞത്. CPM പ്രവർത്തകർ വോട്ടുമാറ്റി ചെയ്തതുകൊണ്ടാണ് തളിപ്പറമ്പിലും പയ്യന്നൂരിലും UDF സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വിജയിച്ചത് എന്ന പ്രാഥമിക വിലയിരുത്തൽ. സർവത്ര തകർന്ന് തരിപ്പണമായി. ഇനിയെങ്കിലും പിണറായിയും MP ഗോവിന്ദനും ഒന്നിറങ്ങിപ്പോയിക്കൂടെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.